ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സ്നേഹാദരണീയരായ അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു അമൽ സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാകട്ടെ. റിയാദുസ് സാലിഹിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ശീലങ്ങൾ, നിലനിർത്തേണ്ട ശീലങ്ങൾ, ഇതൊക്കെയാണ് ഈ ഹദീസ് ഗ്രന്ഥത്തിലൂടെ നമ്മൾ കുറേ കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ളൊരു ഹദീസ് തന്നെയാണ് ഇന്നും നമുക്ക് പറയുവാനുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖറജ ഫീ തലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹ് ഹത്താ യർജിഅ. അപ്പോൾ ഈ ഇൽമുമായി, അറിവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ ഫീ തലബിൽ ഇൽമി, ഒരാൾ ഇൽമിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഫഹു ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുന്നു. ഹത്താ യർജിഅ, അവൻ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ അറിവ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വൈജ്ഞാനിക അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണിത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായൊരു ചർച്ച നമ്മുടെ മക്കളുടെ അറിവുമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ എവിടെയാണ് നല്ല മുന്തിയ സ്ഥാപനങ്ങളുള്ളത്, എവിടെയാണ് നല്ല കോഴ്സുകളുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണങ്ങളായിരുന്നു നമ്മളെല്ലാവരും നടത്തിയിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കാനുള്ളൊരു ചോദ്യം, എൻ്റെ വായന എവിടെയെത്തി, എൻ്റെ അറിവന്വേഷണം എവിടെയെത്തി, എൻ്റെ ഇൽമ് എവിടെയാണുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? മക്കളുടെ കാര്യത്തിൽ നമ്മൾ നന്നായി താല്പര്യം കാണിച്ചിട്ടുണ്ട്. മക്കളുടെ വായിക്കാത്തതിൻ്റെ കാര്യം പ്രയാസപ്പെടാറുണ്ട്, പരാതിപ്പെടാറുണ്ട്. മക്കൾ അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ടെൻഷനിലാണ്. പക്ഷെ എൻ്റെ അറിവുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വലിയ ആളുകൾ എന്നുള്ളതിൽ നിങ്ങളുടെ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അപ്പം അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് തിരുത്തുകയാണ് ഈ ഒരു ഹദീസ്. ഈ ഹദീസ് എന്നല്ല, അറിവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും അറിവുമായി ബന്ധപ്പെട്ട നമ്മളുടെ കാഴ്ചപ്പാടുകളെ തിരുത്തുന്നതാണ്. കാരണം നമ്മൾ സാധാരണയുള്ള കാഴ്ചപ്പാട് നമ്മളെ മദ്രസ കാലം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം, ഇതാണ് അറിവ് അന്വേഷണത്തിൻ്റെ ഒരു കാലമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ പരിമിതപ്പെടുത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല എന്നുറപ്പാണ്. കാരണം അറിവ് ലഭിക്കുവാൻ ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ലാത്തൊരു കാലമാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ടോ. അപ്പം ഞാൻ ആ ചോദ്യം ഒന്നാമത് ചോദിച്ചു വെച്ചത്, ആ ചോദ്യം മനസ്സിലുണ്ടായിക്കൊണ്ടായിരിക്കണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അറിവ് അന്വേഷണത്തിന് ഒരു പ്രായപരിധിയോ അല്ലെങ്കിൽ അതിനൊരു സമയപരിധിയോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എവിടെയാണ് എൻ്റെ അറിവിൻ്റെ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ്. എൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഭൗതികവും അതുപോലെ തന്നെ ദീനിയായ പഠനങ്ങളുമൊക്കെ എവിടെ എത്തി എന്നത് നിരന്തരമായി നമ്മൾ ചോദിക്കണം. ഈ ഹദീസിൽ പറയുന്നത്, നമ്മൾ അറിവ് അന്വേഷിക്കുന്ന സമയം മുഴുവനും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവൻ എന്നുള്ള അറിവ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പല കാര്യം, നമ്മൾ ദാനം ചെലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതുപോലെ തന്നെ ഷഹാദത്ത് വരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊക്കെ പറയും. അത് വിദ്യാഭ്യാസവും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അപ്പം വിജ്ഞാന അന്വേഷണം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് പറയാൻ കഴിയും. അപ്പോൾ കാരണം ഇസ്ലാം അത്രമാത്രം അറിവിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു തആല അവന് നൽകുന്ന കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുള്ള ബോധം ഉണ്ടാക്കുവാനുള്ള
പല കാര്യങ്ങളും പല രീതിയിലുള്ള അതിൻ്റെ തെളിവുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ അസ്മാവുകളും പഠിപ്പിച്ചു എന്നുള്ളതാണ്. അറിവിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ നാമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് മലക്കുകളോട് ആ കാര്യം വലിയ ക്രെഡിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള വലിയൊരു കാര്യമായിട്ട് മലക്കുകളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യ മനുഷ്യന് ആദ്യം നൽകുന്ന കാര്യം അറിവാണ്. കാരണം അറിവുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് കണ്ടെത്താൻ കഴിയുള്ളൂ, അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവുകളെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ, യഥാർത്ഥ മുഅ്മിനാകാൻ. അതുകൊണ്ട് തന്നെ അറിവ് ആദ്യം കൊടുത്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലാക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആദ്യം വിളിച്ചു വരുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് കൊടുക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ ആദ്യത്തെ വഹി എന്താണ്? ആ വഹി എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളതാണ്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ അറിയേണ്ടത് 6 തവണ 5 ആയത്തുകളാണ്, വളരെ ചെറിയ കുഞ്ഞു ആയത്തുകളാണ്. ആ ചെറിയ ആയത്തുകളിൽ തന്നെ 6 പ്രാവശ്യം അറിവുമായി ബന്ധപ്പെട്ട പദങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രവാചകനോട് ആദ്യം പറയേണ്ടത് ഈ തൗഹീദിനെ കുറിച്ച്, അല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ച്, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ ആദ്യം പറയേണ്ടത്. പക്ഷെ അത് പറയാതെ, അതവിടെയും പറയാതെ ഈ അറിവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ആദ്യം തന്നെ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അവിടെ ഇഖ്റ എന്നുള്ളത് പദമുണ്ട്. അതുപോലെ തന്നെ ഇഖ്റ വ റബ്ബുക്കൽ അക്രം, അവിടെ ഇഖ്റ എന്നുള്ള പദമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞിരിക്കുന്ന അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമ എന്നുള്ളത് അറിവുമായി ബന്ധപ്പെട്ട പദമാണ്, ഖലം എന്നുള്ളത് അറിവുമായി ബന്ധപ്പെട്ട പദമാണ്. ഇങ്ങനെ ആ ചെറിയ 5 ആയത്തുകളിൽ തന്നെ 6 തവണ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അറിവുണ്ടെങ്കിൽ മാത്രമേ അവനക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അറിവ്. അതുകൊണ്ടാണല്ലോ അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരല്ല എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവ് നൽകിയാലേ അവനക്ക് യഥാർത്ഥ മുഅ്മിൻ ആകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത, ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അറിവന്വേഷണം, ത്വലബുൽ ഇൽമ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. കാരണം അവന് യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും ഫറളാക്കിയിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ അതിൽ വരികയാണ്, അറിവ് അന്വേഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി, അറിവ് ആർജിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടായി. എന്നിട്ടും അറിവ് അന്വേഷിക്കുവാൻ, അല്ലെങ്കിൽ അറിവ് കണ്ടെത്തുവാൻ, ആർജിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത്. ത്വലബുൽ ഇൽമാണ്, ഫരീളത്താണ് ത്വലബുൽ ഇൽമ്. അപ്പോൾ അറിവ് അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞു. അതിനപ്പുറം കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മളോട് പറയുന്നത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെയും മേൽ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്, ഫറളായ കാര്യമാണ് ഇൽമ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമായിരിക്കും. എല്ലാ സാഹചര്യവും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ടും അത് അന്വേഷിക്കാതെ നമ്മളുടേതായ സാധാരണ രീതിയിലുള്ള നടത്തം നടക്കുകയാണ് എങ്കിൽ അത് ആദ്യം അവസാനമായി ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അറിവില്ല, അതിനൊക്കെ കാരണം അറിവില്ലാതെ ഒരാൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല. ഞാനിത് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി വളരെ എളുപ്പത്തിലൊരു കാര്യം പറയാം. നമസ്കാരത്തിൻ്റെ കാര്യം എടുത്തു നോക്കും. നമസ്കാരം പൂർണ്ണമായി നിർവഹിക്കണമെങ്കിൽ എത്രമാത്രം അറിവ് നമുക്ക് വേണ്ടി വരും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതിന് തന്നെ ഒരു വിശ്വാസി, സാധാരണ ഒരു വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ തന്നെ നല്ല അറിവുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി പറയുന്നത് സീറു ഫിൽ അർള്, ആ ഭൂമിയിലൊക്കെ സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾ പല അത്ഭുതങ്ങളും കാണും. അതിലൂടെ അള്ളാഹുവിൻ്റെ ശക്തി നിങ്ങൾ കണ്ടെത്തുക, മനസ്സിലാക്കുക, പഠിക്കുക
എന്നുള്ളത് പറയാം. പിന്നെ ഖുർആനുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, അത് വായിക്കുവാനും പഠിക്കുവാനും ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിക്കുന്നില്ലേ, അന്വേഷിക്കുന്നില്ലേ, കണ്ടെത്തുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ഒരു കുറേ ചോദ്യങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അക്ഷരം പഠിക്കുക അല്ലെങ്കിൽ അറിവ് ആർജിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. കാരണം അവന് യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അത് ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ ഇതിന് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നറിയാം. നമുക്കറിയാം, ഒരു യുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എന്ന് പറയുന്നത് ലോകത്തേത് രാജ്യത്തും ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്നവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ശിക്ഷയാണ് നൽകാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന, യുദ്ധ മേഖലയിലൊക്കെ ശിക്ഷ കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്തിരുന്ന ഒരു ടീമാണ് യുദ്ധ കുറ്റവാളികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയുള്ള യുദ്ധ കുറ്റവാളികളെ പിടിക്കപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത പണി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കൂട്ടത്തിൽ അക്ഷരമറിയുന്നവർക്ക് 10 ആളുകൾക്ക്, 10 സഹാബിമാർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ അവരെ വെറുതെ വിടും എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലും അങ്ങനെ വെറുതെ വിടുന്ന പണിയില്ല. ഏറ്റവും വലിയ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് തന്നെ, പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവരെ വെറുതെ വിടുകയാണെങ്കിൽ തന്നെ വിടാറുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കൊടുക്കാറുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂല് സ്വീകരിച്ചിരുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 10 ആളുകൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളെ ഫ്രീ ആയിട്ട് വെറുതെ നിങ്ങളെ വിടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെ ചുരുക്കി വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ചുരുക്കി പറയുന്നത്, നമ്മുടെയൊക്കെ ബാധ്യതയാണ് അറിവ് അന്വേഷിക്കുക. അല്ലാതെ വിദ്യാർത്ഥികളുടെ ഒരു പണിയാണ് അറിവ് അന്വേഷണം. തലബുൽ ഇൽം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഒരു ജോലിയാണ് എന്ന് വിചാരിക്കരുത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്നത് വരെ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന്. കാരണം നമ്മൾ ഫീ സബീൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാത്തൊരു നിമിഷവും ഉണ്ടാകാൻ പാടില്ല. ഒന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഫറലാക്കിയിട്ടുള്ള, വിശ്വാസിയുടെ മേൽ ഫറലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അറിവ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. നിരന്തരമായി നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുക, എൻ്റെ ത്വലബുൽ ഇൽമ്, അറിവ് അന്വേഷണം എവിടെ എത്തി എന്നുള്ളത്. അതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുക. പുതിയ കാലത്ത് ഒരുപാട് സാങ്കേതികമായ സംവിധാനങ്ങളുണ്ട് അറിവ് കണ്ടെത്തുവാനുള്ള. ആ അറിവ് കണ്ടെത്തുവാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു കൊണ്ടും, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും അത് അന്വേഷിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴാണ് അള്ളാഹു റസൂല് പറഞ്ഞ പോലെ നമ്മൾ മുഴുവൻ സമയവും ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി മാറുന്നത്, അതുപോലെ തന്നെ എൻ്റെ നിർബന്ധ ബാധ്യത ഞാൻ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം മക്കളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു മസിദ്നാ ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ അറിവ് നൽകിക്കൊണ്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.